ഈശോ മിശിഹ സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിനാവുന്ന മഹത്വം ഉണ്ടാവിടുന്ന് പ്രാർത്ഥിക്കുന്നു. 113 സങ്കീർത്തനം 1 വചനങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ഒത്തിരി കർത്താവിനെ സ്തുതിക്കുന്നവരാണ്. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിനെ സ്തുതിക്കുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുകയും നമ്മളെ വചനം അങ്ങനെ എഴുതിയിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ ദാസരെ അവിടുത്തെ സ്തുതിക്കും. കർത്താവിനെ സ്തുതിക്കപ്പെടണം. എപ്പോഴും കർത്താവിൻ ദാസരുടെ ഹൃദയങ്ങളിൽ, മനസ്സിൽ പ്രവർത്തനം കർത്താവിൻ്റെ നാമം, കർത്താവ് സ്തുതിക്കപ്പെടണം. എങ്ങനെ സ്തുതിക്കണം? കർത്താവിൻ നാമത്തെ സ്തുതിക്കുകയും. കർത്താവിൻ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ജീവിതകാലം മുഴുവനും കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകണം. വീണ്ടും പറയാണ്, പ്രഭാതം മുതൽ അസ്തമയം വരെ, ഇന്ന് പ്രഭാതം മുതൽ അസ്തമയം വരെ അസ്തമനം വരെ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുക. ഈ പ്രഭാതം മുതൽ ഈ അസ്തമയം വരെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികളെല്ലാം കർത്താവിൻ്റെ നാമത്തിനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൊളോസ്സസ് 3:16 വചനം പറയുന്നു, നിങ്ങൾ വാക്കാല പ്രവർത്തികൾ എന്ത് ചെയ്താലും, നമ്മൾ ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും. അപ്പം എന്താ അവിടെ പരിശുദ്ധങ്ങൾ പഠിപ്പിക്കുന്നത്? വാക്കാല പ്രവർത്തിയാൽ എന്ത് ചെയ്താലും അതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് അവൻ്റെ നാമത്തിൽ ചെയ്യും, അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ മഹത്വം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ എല്ലാ പ്രവൃത്തികളും കർത്താവിൻ നാമത്തെ മഹത്വം ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷ കടന്ന് ഓരോരുത്തരെയും ദൈവസേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ അനുദിനം വചനം പഠിച്ചും ധ്യാനിച്ചും കേട്ടും മുമ്പോട്ട് പോകുന്നവരാണ്, വിശ്വാസികളാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന തിരുവചനങ്ങളും പുതിയൊരു തിരുവചനമല്ല, നമ്മൾ കേട്ടിട്ടുള്ള വചനം വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷ ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ കുഞ്ഞാടുകൾ നമ്മളെല്ലാവരും എവിടേക്കോ നമ്മൾ വഴിതെറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ വഴി തെറ്റി നടക്കുന്ന കുഞ്ഞാടുകളെ, ആ വഴി തെറ്റി നടക്കുന്നുണ്ടോ എന്ന് പിന്തിരിയാൻ മാത്രം ഒന്ന് അനുസ്മരിപ്പിക്കുകയാണ്. കേട്ട വചനം വീണ്ടും കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ നമുക്ക് വഴിതെറ്റി നടക്കുന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നടക്കുവാൻ, ഒന്ന് ശ്രദ്ധിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ദൈവത്തിൻ്റെ വാഗ്ദാന പരിശുദ്ധ ആത്മാവ് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല, ഗ്രഹിക്കുവാൻ സാധ്യമല്ല. ഈ തിരുവചനം, കേട്ട വചനം 2000 വർഷങ്ങളായിട്ട് ആ വചനം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എത്രയോ പേര് മാനസാന്തരപ്പെട്ടു, എത്രയോ പേര് വിശുദ്ധരായി, എത്രയോ തകർന്ന കുടുംബങ്ങൾ രക്ഷപ്രാപിച്ചിരിക്കുന്നു, പാപത്തിന് അടിമത്തത്തിൽ നിന്ന് എത്രയോ പേർ രക്ഷപ്രാപിച്ചിരിക്കുന്നു. പക്ഷേ പലർക്കും ഇത് അനുഭവിക്കാതെ മുമ്പോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ കേട്ട വചനം നമ്മളെ പഠിപ്പിക്കേണ്ട പരിശുദ്ധാത്മാവാണ്. നമുക്കൊരു നിമിഷം ദൈവത്തിൻ്റെ ആത്മാവിന് നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നിറയണം, നമ്മളെ പഠിപ്പിക്കണം. നമുക്ക് 2 വരി പാട്ട് പാടാം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, ശുദ്ധാത്മാവേ നിത്യതയിലെത്തുവോളവും, ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും, ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ, ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ, പാപം നീതി ന്യായവിധി ബോധമേകുവാൻ, ഈ സാബാബുവിൽ ബന്ധക്കോസ്തിൽ വന്നോരാദിയേ,
പാപം നീതി ന്യായ വീതി ബോധമേകുവാൻ ഈശാബാബുവിൽ ബന്ധക്കോസ്തിൽ വന്നോരാദിയേ ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. അതേ പരിശുദ്ധാത്മാവേ, തകർന്ന കുടുംബങ്ങൾ, തകർന്ന മനസ്സുകൾ, രോഗം മൂലം വേദനിച്ച് കിടക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വഴിതെറ്റി നടക്കുന്ന മക്കൾ, അവർ പല വിധത്തിൽ കൂടെ ജഡമോഹങ്ങളിൽ മദ്യപാനത്തിന് മയക്കുമിന് അടിമപ്പെട്ടുകൊണ്ട് ഭിന്നിപ്പ് കലഹമുണ്ടാക്കി മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോകുന്നവർ, മക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ പരസ്പരം കലകറ്റി ഭിന്നിച്ച് നടക്കുന്നവർ, അയൽപ്പക്കയുടെ സ്നേഹമില്ലാത്ത അവസ്ഥ, ഒരുപാട് സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് നടക്കുന്നവർ, ഈ നിമിഷങ്ങളിൽ വചനം ശ്രമിക്കുമ്പോൾ പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്, ഒറ്റപ്പെട്ടു പോയവരുണ്ട്. ഇങ്ങനെ പല വിധത്തിലൂടെയും കർത്താവേ പാപത്തിന് അടിമയായിപ്പെട്ടിട്ടുള്ളവരുണ്ട്, ഇച്ഛിക നന്മ ചെയ്യാൻ സാധ്യമാകാത്തവരുണ്ട്, മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ളവരുണ്ട്. കർത്താവെ, നന്മ കാണുവാൻ സാധ്യമാകാത്ത വിധം തിന്മ അവരെ ഇറക്കി അടിമപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മേഖലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പവർ നമ്മളിൽ ഉണ്ടാവണം. പരിശുദ്ധാത്മ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പരിശുദ്ധാത്മ നമ്മളെ സ്വീകരിക്കപ്പെട്ടവരാ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ മാമോദീസ സ്വീകരിച്ചവരെ അച്ചാരമായിട്ട് സ്വീകരിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഗർഭിണിയായ ഒരു അമ്മ ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ ആ 9 മാസക്കാലം കുഞ്ഞ് പ്രസവിക്കുന്നതുകൊണ്ട് ആ കുഞ്ഞ് അമ്മയുടെ ഉദരം സുരക്ഷിതമാണ്. എത്രമാത്രം സുരക്ഷിതമാണ് അമ്മ ഒരു പക്ഷേ വെയിൽ കൊള്ളുന്നുണ്ട്, മഴ കൊള്ളുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ഒരുപക്ഷെ ഭർത്താവിൻ്റെ അടിമേടിക്കുന്നുണ്ടായിരിക്കാം, പല വിധത്തിൽ കൂടെ പീഡിപ്പിക്കുന്നു. ഇങ്ങനെല്ലാം കടലെ വേദനിച്ച് അമ്മ കടന്നു പോകുമ്പോൾ ആ കുഞ്ഞ് സുരക്ഷിതമാണ്. അതെ, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്നാൽ എൻ്റെ മേൽ വരണം, അങ്ങനെ നമ്മളെ പഠിപ്പിക്കപ്പെട്ടത്. പരിശുദ്ധം നിൻ്റെ മേൽ വരുന്നത് വരെ നീ ജെറുസലം വിട്ട് പോകരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ വസ്ത്രം പോലെ ധരിക്കുക എന്നല്ല പറയാം, ആ ഉന്നത ശക്തി ധരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ മേൽ വരണം, ആ ശക്തി ധരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉള്ളിലും പരിശുദ്ധാത്മാവിൻ്റെ മേലാണ് വരേണ്ടത്. ഞാൻ വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ ഉള്ളിലാണ്, വസ്ത്രമാണ് മുകളിൽ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരുമ്പോൾ ഞാൻ സുരക്ഷിതനായിരിക്കും. പരിശുദ്ധാത്മ ഉള്ളിലിരുന്നാൽ പോലെ നമ്മുടെ മേൽ വരണം. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കണം, എൻ്റെ മേൽ വരണമേ, ആ ശക്തി എന്നെ ധരിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. ആ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലായിരിക്കുവാൻ, കീഴിലായിരിക്കുവാൻ ഒരമ്മയെ പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറഞ്ഞു നിൽക്കണം. ഒരു കുഞ്ഞിനെ പോലെ നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലായിരിക്കാം. ഉള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരണം. അന്ന് ആദിമ സഭയിലെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മ നിറഞ്ഞപ്പോൾ അവരെല്ലാം അവർ കണ്ടു പരസ്പരം അവരെ തലയ്ക്ക് മുകളിൽ അഗ്നിനാളമായി കത്തുകയായിരുന്നു. ആ നാളം കത്തിയപ്പോൾ അവരിലെ പതിരെല്ലാം കത്തിപ്പോയി. ഒരു പീറപ്പെണ്ണിന് മുമ്പിൽ നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ കാരണം തള്ളി പറഞ്ഞതാ, ആരൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഉപേക്ഷിക്കരുത് പറഞ്ഞ ആണിയിട്ട് പറഞ്ഞ പത്രോസ് ഒരു പെണ്ണിന് പിന്നെ ഞാൻ അവനെ അറിയുകയില്ല എന്ന് ആണിയിട്ട് ശപഥം ചെയ്ത് പറഞ്ഞു. അത്രമാത്രം ഭയപ്പെട്ട പരിശുദ്ധ ആ പത്രോസൊക്കെ പിന്നീടതാ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കർത്താവിനെ കുറിച്ച് അതേ അധികാരം മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പോസ്തലർ 4:12 ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് ഒരേ ഒരു നാമം, യേശുവിൻ നാമം എന്ന് ഉറക്കെ പറയുവാനുള്ള ശക്തി, ആ ധൈര്യം കിട്ടിയത് അവർ പതിരെല്ലാം അവരെ പരിശുദ്ധാത്മാവ് അവരെ പതിരെല്ലാം കത്തിച്ചു കളഞ്ഞു. നമ്മളും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ ഞങ്ങളെ നിറയണമേ, എന്നെ നിറയണമേ, എന്നിലെ പതിരെല്ലാം കത്തിപ്പോവാൻ നമ്മൾ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് അത്രമാത്രം നമ്മൾ ആശ്രയിക്കണം. സഹായകനാണ്, സഹായിക്കാൻ മാത്രമാത്രം നമ്മളിലൂടെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനം, പിതാവിൻ്റെ വാഗ്ദാനം, ആ ദാനമായി നമ്മൾ ലഭിച്ചിരിക്കും. നമ്മൾ അത്രമാത്രം ദാഹിക്കണം കർത്താവിൻ്റെ ആത്മാവിനെ പഠിപ്പിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ. ആ വചനം ശ്രവിക്കുമ്പോൾ ഗ്രഹിക്കുമ്പോൾ എന്നിലെ തിന്മയായിട്ടുള്ള കത്തിച്ചാമ്പലായി പോകണം. ഇതെല്ലാം ദൈവം ചെയ്യുന്ന പ്രവർത്തികളാണ്. വിട്ടുകൊടുക്കുവാനുള്ള നല്ല മനസ്സ് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ആ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അത് നമുക്കും പരിശുദ്ധാത്മാവിനെ നമ്മൾ
എൻ്റെ മേൽ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പാ പിതാവേ, ആത്മാവിനെ ഭക്ഷിക്കണേ. അപ്പാ പിതാവേ, വാഗ്ദാനത്തെ ഞങ്ങളുടെ മേലയക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ വരണം. ശക്തി ഞങ്ങളുടെ മേൽ വരണമേ. അത് ഞങ്ങൾക്ക് ശക്തിയായി ഞങ്ങൾ ധരിക്കണം, ഞങ്ങൾ പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തെ അറിയുവാൻ, അനുഭവിക്കാൻ, രക്ഷ പ്രാപിക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തെ മഹത്വപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ, ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന ആയുസ്സിനെ മഹത്വപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. അപ്പാ പിതാ, വാഗ്ദാനത്തെ ഓർക്കണമേ. ഞങ്ങളുടെ മേൽ ഈ ശ്രവിക്കുന്ന ഓരോ വചന ഓരോ മക്കളുടെ മേലും ഈ നിമിഷം പരിശുദ്ധാത്മാവേ അഗ്നിയായി 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 ഹല്ലേലൂയ. 9:5 വചനം പരിശുദ്ധ അഗ്നിയായി 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 കത്തട്ടെ 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 കത്തട്ടെ. കത്തിപ്പരട്ടെ കത്തിപ്പെടെ തീ കത്തിക്ക. പരിശുദ്ധാത്മാവേ അഗ്നിയായി കത്തിക്കണം, തീ കത്തിക്കണേ. ഹാമക്കൻസല്ല ഖുർആൻ ഇവര നിസലക വരാൻ നിസ വരാൻ നസലക നിക നിസ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, വരണം, നിറഞ്ഞു നയിക്കണമേ. ഈ ദാസിലും നിറയണേ, ഞങ്ങൾ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാതാവേ, കൃപ നിറഞ്ഞ മാറാവേ, ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. പിതാവേ, ഞങ്ങളുടെ പേര് വിശുദ്ധരെ, ഞങ്ങളുടെ കാൽമാലാകന്മാരെ തീസ്മാലാകെ, ഞങ്ങളുടെ പേര് വിശുദ്ധരെ, ഞങ്ങളുടെ ഇട മധ്യസ്ഥം ഞങ്ങളുടെ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ മാലാകന്മാരെ രക്തവ്യാസാക്ഷികൾ ഞങ്ങളുടെ പ്രാർത്ഥിക്കണേ. സന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവയുടെ സ്നേഹവും ഈശോയുടെ കൃപയും വിശുദ്ധാത്മാവും ഞങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൃപ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞങ്ങളുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ഇന്ന് അമ്മ കൂടി ചിന്തിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മുടെ ദേശത്ത്, നമ്മുടെ കുടുംബത്ത്, വ്യക്തിപരമായി നമുക്ക് വേണ്ടുന്ന ഒരു കുറവുണ്ട്. എന്തൊക്കെ ഉണ്ടായിരുന്നാലും നമുക്കുണ്ടാകുന്നൊരു കുറവ്, മനുഷ്യനില്ലാത്തൊരു കുറവ് സമാധാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും കാണുന്നുണ്ട്, ഓരോ പലതരം ആത്മഹത്യകളെക്കുറിച്ച് കാണുന്നുണ്ട്, പല പ്രശ്നം കാണുന്നുണ്ട്, ഭിന്നിച്ചിരിക്കുന്നുണ്ട്. ഈ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത് സമാധാനമാണ്. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരുമയുണ്ടെങ്കിൽ വിളക്കപ്പുറത്തും കിടക്കാമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം അത് നമുക്ക് ദൈവത്തിന് ഈശോ തന്നിട്ടാണ് പോയിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 17:27 മുതൽ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നൽകിയിരിക്കുകയാണ്, തന്നിട്ട് നൽകിയിരിക്കുകയാണ്. വീണ്ടും കൂടെ പറഞ്ഞു, ഞാൻ തരുന്നത് ഈ ലോകത്തിന് തരുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നമ്മളിന്ന് സമാധാനം അന്വേഷിക്കുന്നത് ലോകത്തിലാണ്. ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, എൻ്റെ ഭാര്യ അല്പം സ്നേഹം തന്നിൽ പരിഗണിച്ചെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ ജീവിച്ചേനെന്ന്. പക്ഷെ ഭാര്യ ചിന്തിക്കും, എൻ്റെ ഭർത്താവ് നന്നായിരുന്നെങ്കിൽ, അദ്ദേഹം മദ്യപാനം നിർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത്തൻ്റെ തെറ്റായ വഴികൾ നിർത്തിയിരുന്നെങ്കിൽ, എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം ലഭിച്ചേനെ ഒന്ന്. ഇത് രണ്ടുമല്ലെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കും, ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചിന്തിക്കും, എൻ്റെ മക്കൾ അവൻ്റെ മയക്കുമരുന്ന് അടിമയാണ്, അല്ലെങ്കിൽ പുകവലിക്ക് അടിമയാണ്, മദ്യപാനത്തിന് അടിമയാണ്, അവൻ ജടിയ പാപങ്ങൾക്ക് അടിമയാണ്, അല്ലെങ്കിൽ അവൻ തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടിരിക്കുന്നു, അവൻ വാടക കൊലയാളിയോടെ കക്കാനും മോഷ്ടിക്കാനും നടക്കുന്നു, തല്ലാൻ നടക്കുന്നു. അങ്ങനെ പലതരത്തിൽ മക്കളെ കൊണ്ട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും, ഈ മക്കളും നന്നായെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം ലഭിച്ചേനെ എന്ന്. അല്ലെങ്കിൽ മക്കൾ പഠിച്ചിരുന്നെങ്കിൽ സമാധാനം ലഭിച്ചിരുന്നു. പഠിച്ച മക്കൾ ജോലി ലഭിച്ചിരുന്നെങ്കിൽ വിചാരിക്കും, എനിക്കൊരു സമാധാനം ലഭിച്ചേനെ എന്ന്. അതെ, നമ്മൾ സമാധാനം അന്വേഷിക്കുന്നത് നമ്മുടെ ഇല്ലായ്മയിലാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കാൻ നമ്മൾ ചിന്തിക്കും, കടബാധ്യത മാറി കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് സമാധാനം ലഭിച്ചേനെ എന്ന്. അല്ലെങ്കിൽ എൻ്റെ അമ്മായിപ്പൻ ഇവരിങ്ങനെ പലരെക്കുറിച്ച് നമ്മൾ വേദനിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ആങ്ങൾക്ക് ഒരു ജോലി ലഭിച്ചിരുന്നെങ്കിൽ, അങ്ങനെ, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കേണ്ട പരിപാലിക്കേണ്ടവർ, എന്നെ സഹായിക്കാൻ സാധ്യമാകുന്നവരെ സഹായിക്കാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്നവർ. മക്കൾ വിചാരിക്കും, എൻ്റെ അപ്പനും അമ്മയും ഒന്ന് നന്നായിരുന്നെങ്കിൽ, ഒരുപക്ഷെ എൻ്റെ ആങ്ങളെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, അതെ, ആരുമെങ്കിലും ഒക്കെ സഹായിച്ചാൽ ഞാൻ സമാധാനം ജീവിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഈശോ എടുത്തു പറയുന്നുണ്ട്, ഞാൻ തരുന്ന സമാധാനം ഈ ലോകത്തിന് തരുവാൻ സാധ്യമല്ല.
ലോകം തരാത്ത സമാധാനമാണ് യേശു തരുന്നത്. യേശു തരുന്ന സമാധാനം നമ്മൾ നിറഞ്ഞാൽ പിന്നെ നമ്മൾ ലോകത്തിലേക്ക് പോവുകയില്ല. പിന്നെ നമ്മൾ ആരുടെയും കുറവുകളിലേക്ക് പോവുകയില്ല. എൻ്റെ ഭാര്യ എങ്ങനെ ആയിക്കോട്ടെ, ഭർത്താവ് എങ്ങനെ ആയിക്കോട്ടെ, എൻ്റെ മക്കൾ എങ്ങനെ ആയിക്കോട്ടെ, കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ എൻ്റെ കുടുംബം എങ്ങനെയോ ആയിക്കോട്ടെ, എന്തെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നാലും ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ അവൻ തന്നിട്ടുള്ള ഉണ്ടെങ്കിൽ, അത് നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തുവാൻ ലോകത്തിലേക്ക് ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചോദിക്കുന്നത്, അൾത്താരത്തിൽ ചോദിക്കുന്നത്, ധ്യാന സെന്ററിൽ ചോദിക്കുന്നത്, ഒരു അച്ഛന് മുമ്പിൽ നമ്മൾ കുമ്പിടുന്നത്, ഒരു അൽമായൻ്റെ മുമ്പിൽ ബ്രദറിന് മുമ്പിൽ കുമ്പിടുന്നത് അല്പം സമാധാനം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് കരച്ചിലാണ്. നമുക്ക് മാറിച്ച് ചിന്തിക്കാം, കർത്താവേ നിന്റെ സമാധാനം ഒരുപക്ഷെ ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം ചോദിക്കേണ്ടതല്ല നമ്മൾ ചോദിക്കുന്നത്. ആ സമരക്ക് കിണൻ കരിയുമ്പോൾ പെണ്ണോട് ഈശോ പറഞ്ഞല്ലോ, നീ കുടിക്കുന്ന ഈ ജലം കുടി നിനക്ക് വീണ്ടും ദാഹിക്കുമെന്ന്. ഞാൻ തരുന്ന ജലം കുടിച്ച് നീ ദാഹിക്കുകയില്ല. അതെ, കർത്താവ് തരണം ജീവജലം. ക്രിസ്തുവിന്റെ സമാധാനമാണ് എനിക്ക്. അതാണ് നമ്മൾ ചോദിക്കുക, കർത്താവ് നിന്റെ സമാധാനം എനിക്ക് തരിക, മറ്റെല്ലാം നമ്മൾ വിടുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആ സമാധാനത്തിന് മുമ്പിൽ മുട്ടുമടക്കാതെ യാതൊന്നുമില്ല ഭൂമിയിൽ. യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കാതെ യാതൊന്നുമില്ല. അവിടെയാണ് നമ്മൾ മുട്ടുമടക്കേണ്ടത്. ഈ സമാധാനം നൽകിയിട്ടുണ്ടെന്ന് യേശു പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, തന്നിട്ട് പോവുകയാണ്. നൽകപ്പെട്ട സമാധാനം എവിടെയാണ് നമുക്ക് ലഭിക്കുക? സമാധാനം നമുക്ക് നമ്മുടെ ചിന്തയും ബുദ്ധിയും ഭാവനയും ഹൃദയവും കർത്താവിന് സമർപ്പിച്ച് കൊച്ചു പ്രാർത്ഥന എത്തിയെല്ലാം, കർത്താവായ ഈശോയെ, അങ്ങയെ ഞാൻ എൻ്റെ കർത്താവും രക്ഷകനും നാഥനുമായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ ദൈവവുമായി എൻ്റെ ഹൃദയത്തിൽ ഏറ്റുപറയുന്നതിനും വിശ്വസിക്കുന്നതിനും ആരാധിക്കുന്നതിനും തടസ്സമായിട്ടുള്ള എന്നിലെ എല്ലാ ചിന്തകളും, എല്ലാ സംസാരങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും, മറ്റെല്ലാ വിശ്വാസങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. യേശുവേ, അങ്ങ് മാത്രം എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ സർവസ്വവും ഇന്നും എന്നേക്കും ആയിരിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. അത് യേശുവാണ് എൻ്റെ കർത്താവ്. അവൻ എൻ്റെ കർത്താവായിരിക്കണം. അവൻ്റെ സമാധാനത്തിൽ കടക്കുവാൻ വേണ്ടി തിരുവചനത്തിലേക്ക് കടന്നു വരികയാണ്. എന്താ ലൂക്കായുടെ സുവിശേഷത്തിന് 2-ാം അധ്യായത്തിൽ ആട്ടിടയന്മാർക്ക് ഒരു സന്ദേശം ലഭിക്കുകയാണ്. അവർ വിദ്യാഭ്യാസമില്ലാത്തവരാണ്, ആടിനെ മേയ്ക്കുന്നവരാണ്. ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് പുതിയ സന്ദേശം കൊടുത്താ, ലോകത്തിൻ്റെ രക്ഷകനായി യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്ന സന്ദേശം കൊടുത്തിട്ട് അവരത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അടയാളം കൂടി കാണുകയാണ്. എന്താണ്? ഒരു ബന്ധം മാലാഖമാർ ആകാശവിധാനത്ത് പ്രത്യക്ഷപ്പെട്ട് അവർ പാടുകയാണ്, ഉദ്ഘോഷിക്കുക. എന്താണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ഹല്ലേലൂയ. ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്കാണ് സമാധാനം. ദൈവത്തിന് കൃപ ലഭിക്കണം. ഈ കൃപ ലഭിക്കാതെ സമാധാനത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും, ഇപ്പോൾ 50 നോയമ്പാ നമുക്ക് കാണാം. മലയാറ്റൂർക്ക് എന്ന് കഴിഞ്ഞാൽ ഒരു പള്ളിയുടെ നീളമുള്ള വലിയ കുരിശ്, മരക്കുരിശ്, അത് തോളിലേറ്റ് ഏലേലം പാടി എത്രയോ പേര് കൂടിന ഒരടി പൊക്കി അതിനെ മുകളിൽ കൊണ്ട് സ്ഥാപിച്ച് ശ്വാസം കഷ്ടപ്പെട്ട് വലിയ വണ്ടിയിൽ ചുമന്നുകൊണ്ട് വരികയാണ്. അതവിടെ നാട്ടിൽ താഴേക്ക് ഇറങ്ങി പിന്നെ അവർ അടുത്ത കളക്ഷാപ്പിൽ പോയിട്ടാണ് വീട്ടിലേക്ക് പോണേ. എന്തിനാ അവർ കുരിശ് പോകുന്നത്? അവർക്ക് എന്ത് സമാധാനം കിട്ടി? എന്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത്? ഇങ്ങനെ മനുഷ്യൻ സമാധാനത്തിന് എന്തെല്ലാം പരിത്യാഗങ്ങൾ ചെയ്യുന്നു. ഈശോ ലളിതമായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്.
എൻ്റെ മുഖം വായിക്കുന്ന എളുപ്പമാണ്, ഭാരം കുറവാണ്. അതേ മക്കളെ, കർത്താവിൻ്റെ കുഞ്ഞുമക്കളെ, കർത്താവിൻ്റെ മുഖം വായിക്കുന്ന എളുപ്പവും ഭാരക്കുറവുമാണ്. ഈ വലിയ ഭാരമല്ല നമ്മൾ ചുമക്കേണ്ടത്. തിരുവചനത്തിലേക്ക് അവിടെ എന്താ പറഞ്ഞു വെച്ചിരിക്കുക? ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. സമയക്കുറിച്ച് ദൈവദൂതന്മാര് നിന്ന് വണങ്ങി പറഞ്ഞത് എന്താ? കൃപ നിറഞ്ഞവളെ നിനക്ക് സ്തുതി, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്തുതി. കൃപ നിറഞ്ഞവൾ മുമ്പിൽ ദൈവദൂതന്മാർ അവിടെ സ്തുതി കുമ്പിടുകയാണ്. അപ്പൊ ഈ ഭൂമിയിൽ ദൈവകൃപ ലഭിച്ച ആദ്യത്തെ ആ പരിശുദ്ധ അമ്മ, അവിടെ മാലാഖമാര് വന്ന് ദൈവദൂതം വന്ന് അവിടെ സന്ദേശം കൊടുക്കുന്ന ആ അമ്മയുടെ മുമ്പിൽ കൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഈ കൃപ നിറയണം. ഹല്ലേലൂയ. എങ്ങനെയാണ് കൃപ നിറയുക? ഈ കൃപ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ മനസ്സിലാകും? നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് കൃപ 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 കൃപ. അത് കേൾക്കാത്ത ആരും തന്നെയാണ്. അത് കേൾക്കാത്ത ആരും തന്നെ. എന്താ കൃപ? എൻ്റെ അറിവിൽ ഞാൻ അതിനെ ഒന്ന് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കാം. കൃപ എന്താ? കൃപയെക്കുറിച്ച് എന്താ പറയുക? റോമാലേഖനം 7-ാം അധ്യായം 18-19 വാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന വചനം എങ്ങനെയാണ്? നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിലുള്ള പാപമാണ്. അപ്പൊ നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് സാധിക്കും, പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നമ്മളെ പലരുടെയും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ധ്യാനം കൂടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപദേശം കേൾക്കുമ്പോഴും കൗൺസിലിങ്ങിൽ അല്ലെങ്കിൽ പലപ്പോഴും പല നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷേ പ്രവൃത്തി തലത്തിലേക്ക് വരുമ്പോൾ അത് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നെ നാവിനെ നിയന്ത്രിക്കുവാൻ, എന്നെ കണ്ണിനെ നിയന്ത്രിക്കുവാൻ, എൻ്റെ ആഗ്രഹത്തെ നിയന്ത്രിക്കുവാൻ, ഈ ഇന്ദ്രിയ ശരീരത്തിൽ ഓരോ അവയവങ്ങളിലും കുടികൊള്ളുന്ന പാപത്തിൻ്റെ അടിമപ്പെട്ട് കിടക്കുന്ന ഒരു സ്വാതന്ത്ര്യം ലഭിക്കുവാൻ സാധ്യമാകാത്ത വിധം എന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കും. അവിടെ എന്താ എഴുതപ്പെട്ടിരിക്കുന്നത്? ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിലുള്ള പാപമാണ്. അപ്പൊ ഞാനും അതോടെ വ്യക്തിയാണ്. പാപം ഒരു വ്യക്തിയുടെ കീഴിൽ നടക്കുന്ന സംഭവമാണ്. ഇച്ഛിക്കാത്ത ഞാനല്ല, എന്നിലുള്ള പാപം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ എന്താണ്? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഞാനൊരു അടിമയാണ്. യജമാനാണ് പാപം, അവനാണ് എന്നെ ഭരണം നടത്തുന്നത്. അതേപോലെ കൊറോന്തോസ് 10 വരുമ്പോൾ എന്താ പറഞ്ഞു വെച്ചിരിക്കുകയാണ്? ഞാൻ ഇപ്പോൾ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചെയ്യുന്ന കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. ഒരു അല്പം പോലും ദൈവം കൃപ നിഷ്ഫലമായി കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ മറ്റെല്ലാവരേക്കാൾ, മറ്റ് അപ്പോസ്തലന്മാരെക്കാൾ എല്ലാം ഞാൻ കൂടുതൽ അധ്വാനിച്ചു എന്ന് വലിയ എന്താ പറയുക ശക്തിയായിട്ട് അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്, അവിടെ പ്രഘോഷിക്കപ്പെടുക. അതുകൊണ്ട് ഞാൻ മറ്റെല്ലാവരേക്കാൾ അധികം അധ്വാനിക്കാൻ കാരണം എന്താണ്? ദൈവം തന്ന കൃപ അത് നിഷ്ഫലമായി പോയില്ല, കളഞ്ഞിട്ടില്ല. ഇത് നമുക്ക് പറയാം, ഒരു മൺപാത്രത്തിൽ കിടന്ന് ചെറിയൊരു സുഷരം മതി നഷ്ടപ്പെട്ടു പോകുവാൻ. കൃപ നമുക്ക് ചെറിയ സുഷരം മതി, ഒരു ചെറിയ വിദ്വേഷം, ഒരു വെറുപ്പ് അവരേക്ക് വരും. അപ്പോൾ വീണ്ടും വരുന്നു, അതെ എൻ്റെ മേൽ നിൽക്കുന്ന കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, കാരണം ആ കൃപ എന്നിലുണ്ട്. എന്നിട്ട് വീണ്ടും അത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. കണ്ടോ? ഞാൻ എന്തായിരിക്കും? ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മറ്റെല്ലാവരെയും കൂടുതൽ അധ്വാനിക്കുന്നു. ആ അധ്വാനിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. എന്താണ്? ഞാനല്ല, എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത്. ഹല്ലേലൂയ. ഇപ്പുറത്ത് ഞാൻ കണ്ടു, ഞാനല്ല, എന്നിലുള്ള പാപം എന്നെ കൊണ്ട് ഇച്ഛിക്കാത്ത തിന്മ ചെയ്യിപ്പിക്കുന്നു. ഇവിടെ പറയാണ്, ഞാനല്ല, എന്നിലുള്ള കൃപ എന്നിലൂടെ അധ്വാനിക്കുന്നു. അപ്പൊ ഈ പാപം എന്നെ കീഴ്പ്പെടുത്തി എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുമ്പോൾ, ഈ അടിമയായ എന്നെ കൃപ കടന്നു വരുമ്പോൾ അവിടെ കൃപയാണല്ലോ, ഞാനല്ല, എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിക്കുന്നത്. അതുകൊണ്ട് മഹത്വം നമ്മൾ എപ്പോഴും ദൈവത്തിന് കൊടുക്കണം. ഒരു നല്ല പ്രവൃത്തി, ഒരു നല്ല കാഴ്ചപ്പാട് എല്ലാം ദൈവത്തിന് വരുന്നതാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. സംഗീതത്തിൽ നമ്മൾ നേരത്തെ വായിച്ച് കേട്ടു, എന്താണ്? ഉദയം മുതൽ അസ്തമയം വരെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന്. ദൈവത്തിന് മഹത്വം കൊടുക്കണം.
ഞാൻ അവിടെ ഒരാൾ ദൈവമാകരുത്. ഞാൻ ഇവിടെ നമ്മൾ കാണുന്നു, ഈ 2 വചനം കൊണ്ട് വെക്കുമ്പോൾ ഒരിടത്ത് എന്നെ കൊണ്ട് ഇച്ഛിക്ക തിന്മ ജയിപ്പിക്കുന്നു, ഇപ്പുറത്ത് എന്നിലൂടെ ദൈവത്തിന് കൃപ അധ്വാനിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പം നമ്മൾ കർത്താവിന് കൃപയ്ക്ക് മുമ്പിൽ നമുക്ക് കീഴ്പ്പെടാം. കൃപ എന്നിൽ അധ്വാനിക്കട്ടെ, കൃപ എന്നിൽ അധ്വാനിക്കട്ടെ. അപ്പൊ പാപം എന്നിൽ നിന്ന് അകന്നു നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കൃപ എന്ന് പറയുമ്പോൾ ഇതാണ് കൃപ. വീണ്ടും ചിന്തിക്കുകയാണ്, ഇതേക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മൾ എത്രയോ പേരെ ഓരോ വാർത്തകൾ കാണുന്നുണ്ട്, എത്രയോ വാർത്തകൾ, ദുഷിച്ച വാർത്തകൾ. ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് ചിന്തിക്കാം. 3 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് 9 വയസ്സ് ആയ ഒരു പെൺകുച്ചിനെ ഒരു വയോധികൻ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അതിദാരുണമായി അതിനെ പീഡിപ്പിച്ചു, കൊലപ്പെടുത്തി എന്ന വാർത്ത ഇന്ന് സർവ്വസാധാരണമാണ്. ഇങ്ങനെ ഒരു വാർത്ത വായിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താ കടന്നു വരിക? നമ്മൾ എന്തായിരിക്കും ഒരു നാടൻ ഭാഷയിൽ പറയുക? ഇയാളിങ്ങനെ ഒരു ദുഷ്ടനായി പോയല്ലോ എന്ന് പറയൂലേ? പറയും, തീർച്ചയായിട്ടും പറയും. ഇയാളൊരു ദുഷ്ടനായി പോയല്ലോ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് എന്താണ് ഒരു ഭാഗം? എൻ്റെ ഭാഗം എന്താണ്? മറ്റൊരു വശം എന്താണ്? ഇത് ഞാനാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യുകയില്ല. അങ്ങനെയുള്ള അർത്ഥമില്ലേ? നമ്മൾ പലപ്പോഴും പലരെയും കുറിച്ച് പറയുമ്പോൾ ഇയാൾ ദുഷ്ടനായി പോയല്ലോ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ഈ ഒരിക്കലും എന്നെ കൂടെ ചെയ്യാൻ സാധ്യമാകാത്ത കാരണം എന്നിലുള്ള ദൈവത്തിന്റെ കൃപ അധ്വാനിക്കുന്നത് കൊണ്ടാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കട്ടെ. എന്നുള്ള കൃപയാണ് ആ ദുഷ്കൃത്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്നത്. ഈ മനുഷ്യൻ ഈ നീചമായ പ്രവർത്തി ഈ കുഞ്ഞിനെ ഇത്രമാത്രം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ മനുഷ്യനിലെ ദൈവകൃപ പൂർണ്ണമായും ചോർത്തപ്പെട്ടു പോയി. പലതരത്തിൽ കൂടെ പാപം ചെയ്ത് നാവിന്റെ ദുരുപയോഗങ്ങൾ, പലതരത്തിൽ കൂടെ വിദ്വേഷം വേര് വളർന്ന് പല അശുദ്ധായ ചെയ്യുന്നത്, അങ്ങനെ പല തരത്തിൽ കൂടെയും പാപം ചെയ്ത് അവന്റെ കൃപ പരിപൂർണ്ണം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ആ പാപത്തിന് പൂർണ്ണമായി അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിശാച് അവന്റെ മേൽ പൂർണ്ണ അധികാരം ഏറ്റെടുക്കപ്പെട്ട് അവൻ അടിമയായപ്പോൾ അവന്റെ മേൽ പിശാച് അവനെ ഉപയോഗിക്കുകയാണ്. അതെ, ബലാത്സംഗം ചെയ്യാനും കൊലപാതകം നടത്താനും തട്ടിപ്പറിക്കാനും ചതിക്കാനും വഞ്ചന കാണിക്കാനും അതായത് മനുഷ്യന്റെ ഹൃദയമില്ലാത്ത ചെയ്യുന്ന ഓരോ തിന്മയ പ്രവർത്തികളും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണമേ, നമ്മളെ കാണുന്ന സഹോദരനെ ഉപദ്രവിക്കുമ്പോൾ ഓർക്കണമേ, കൃപയില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ അവന് കൃപയിൽ, നമ്മുടെ മക്കൾ വഴിതെറ്റി നടക്കുന്നുണ്ടെങ്കിൽ അവന് കൃപയില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ ഭർത്താവ് വഴിതെറ്റി നടക്കുന്നതിന് മദ്യപിക്കുന്നതിന് കൃപയില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ ഭാര്യ ഒരുപക്ഷെ വഴിതെറ്റി നടക്കുന്നുണ്ടെങ്കിൽ അവൾ ഏതെല്ലാം കുറവുകൾ കാണുന്നു, അത് കൃപയില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ അപ്പനും അമ്മയും വഴിതെറ്റി നടക്കുന്നുണ്ടെങ്കിൽ ലേഖനം സ്വീകരിക്കുന്നത് അത് കൃപയില്ലാത്തത് കൊണ്ടാണ്. ഓരോ കുറവുകളിലും ദൈവത്തിന്റെ കൃപയുടെ കുറവ് കാണുവാനുള്ളൊരു നല്ല മനസ്സ്, ഒരു എളിമ എനിക്കുണ്ടായാൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ദൈവമേ, അവനിൽ കൃപയാണ് വേണ്ടത്, ഒരു ഉപദേശമല്ല വേണ്ടത്, ഒരു സഹാരമല്ല വേണ്ടത്, അതിന് ഉപേക്ഷിക്കല്ല വേണ്ടത്. എന്തുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കൾ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാത്തത്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തട്ടെ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? വിവാഹം കഴിഞ്ഞാൽ 1 ആഴ്ച, 2 ആഴ്ച, 1 മാസം, 6 മാസം, 1 വർഷം, എത്ര പെട്ടെന്നാണ് ഡൈവോഴ്സിലേക്ക് കടന്നു പോകുന്നത്. എന്താ ഇവിടെയെല്ലാം സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണമേ, ദൈവത്തിന്റെ കൃപ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മോനിക്ക് നമ്മുടെ സെന്റ് അഗസ്റ്റിൻസിന്റെ അമ്മ മോനിക്ക പുണ്യവതി തൻ്റെ മകൻ ഒരു പാപം ചെയ്ത് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ അപ്പനായപ്പോൾ അത്രമാത്രം പോലും ആ നാട്ടിൽ ആ അമ്മ എത്രമാത്രം വേദനിച്ച് കാണും. തൻ്റെ മകൻ വിവാഹം കഴിക്കുന്ന കുഞ്ഞിന്റെ അപ്പനാവുക എന്ന് പറഞ്ഞാൽ അമ്മ ആ മകനെ മനസ്സിലാക്കി ശപിക്കാതെയും പ്രാകാതെയും ദൈവത്തെ പഴിക്കാതെയും നാട്ടിൽ നിങ്ങളുടെ അപമാനം സ്വീകരിച്ചുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ചു, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പരിത്യഞ്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലം എന്തുണ്ടായി? ആ മകൻ മാനസാന്തരപ്പെട്ടു. അവന് വൈദികനായി നിന്നില്ല, ഒരു മെത്രാനായി തീർന്നില്ല, വിശുദ്ധനായി തീർന്നില്ല, വേദപാരംഗതനായി. എത്രമാത്രം വളർന്നു. ആ അമ്മയും ഒരു പുണ്യവതിയായി. ഇതാണ് കൃപയ്ക്ക് വേണ്ടി അധ്വാനത്തിൽ കിട്ടുന്ന മഹത്വം. വേദപാരംഗതനായി. നമ്മൾ സെന്റ് സെബാസ്റ്റ്യാനസിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയം എല്ലാ പള്ളികളും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ വേദപാരംഗതനല്ലല്ലോ.
സെബസ്ത്യാനോസ് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളാരും പ്രഘോഷിക്കായിരുന്നു. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ആ വാക്കിലെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. പ്രഘോഷണം ഉപയോഗിക്കുന്ന വേദപാരംഗം സഭയെ പഠിപ്പിക്കാൻ അത്രമാത്രം ദൈവം ഉയർത്തിയവനെ, അത്രമാത്രം ഉയർത്താൻ കാരണം അമ്മയുടെ പ്രാർത്ഥനയാണ്, തിരിച്ചറിവാണ്. തന്റെ മകനുള്ള കുറവിന് വേണ്ടി അമ്മ ജീവിതം മാറ്റിവെച്ചു, പ്രാർത്ഥിച്ചു. നമ്മൾ വിലകെട്ട വാക്ക് പറഞ്ഞ് മക്കളെ ശപിച്ച്, ഭർത്താവിനെ ശപിച്ച്, സഹോദരനെ പഴിച്ച്, മാതാപിതാക്കളെ ശപിച്ച്, പള്ളിയെയും ശപിച്ച്, അച്ഛനെയും ശപിച്ച്, സിസ്റ്ററിനെയും ശപിച്ച്, സർവ്വരും ദ്വേഷം വെച്ച് പുലർത്തിപ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള കൃപ കൂടെ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ കൃപയ്ക്ക് ഒരു സ്റ്റോഴ്സിന് ഇത്രയും പറഞ്ഞത്, കൃപ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അധ്വാനിക്കണം. അത്രമാത്രം കൃപ എനിക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ചോദിക്കണം, ദൈവത്തോട് ചോദിക്കും. ഈ കൃപ ലഭിക്കാനും ഒരു വഴിയുണ്ട് സുവിശേഷത്തിൽ, ലളിതമായൊരു വഴിയാണ്. മനസ്സ് വെച്ചാൽ ഈശോ പറഞ്ഞത്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മൾ ദൈവരാജ്യത്തിൽ ജീവിക്കേണ്ടവരാണ്. ദൈവരാജ് നീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകേണ്ടവരാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ചെറിയ മനസ്സ് വേണം. എന്ത് മനസ്സാണ് വേണ്ടത്? കൃപയ്ക്ക് വേണ്ടി വഴി എന്താ? കൃപ നിറയാൻ എന്താണ് വഴി? കൃപ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പ്രഘോഷിക്കപ്പെട്ടതും കേട്ടും കൃപയ്ക്ക് വേണ്ടിയാണ്. കൃപയ്ക്കുള്ള വഴി റോമർ 5:20 എഴുതപ്പെട്ടിട്ടുണ്ട്. റോമർ 5:20 അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. റോമർ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വചനം. പാപം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിയമം രംഗപ്രവേശനം ചെയ്യുന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അപ്പോൾ കൃപ വർദ്ധിക്കണമെങ്കിൽ പാപം വർദ്ധിക്കണം. അങ്ങനെ ഒരു സുവിശേഷം കേട്ടിട്ടുണ്ടോ? ധ്യാനിച്ചിട്ടുണ്ടോ? ധ്യാനിക്കേണ്ട വിഷയമുണ്ട്. കൃപ വർദ്ധിപ്പിക്കണമെങ്കിൽ പാപം വർദ്ധിക്കണം. നമുക്ക് കൃപ ആവശ്യമുണ്ടോ? നമ്മൾ മറ്റു പലരെക്കാളും മെച്ചപ്പെട്ടവരായിരിക്കാം, ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഒരു പരിപൂർണ്ണ, എൻ്റെ സ്വർഗത്തിനായ പിതാവിലെ പരിപൂർണ്ണമായിരിക്കും ഈശോ പറഞ്ഞല്ലോ. എനിക്കൊരു പരിപൂർണ്ണതയിൽ എത്തിയോ? എനിക്ക് കുറവുകളുണ്ടോ? ഞാൻ ഒത്തിരി മെച്ചപ്പെട്ടവനാണ്. വരദാനം ഉണ്ടായിരിക്കാം, വിശ്വാസം ഉണ്ടായിരിക്കാം, മറ്റു പലരേക്കാളും നമ്മൾ മെച്ചപ്പെട്ടവരായിരിക്കാം. മദ്യപിക്കുന്നില്ല, നമ്മൾ കക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, എല്ലാം അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലും കുറവ് എനിക്കുണ്ടോ? അല്ല, എൻ്റെ കൂടെയുള്ളവരെ എന്നെ പ്രതി വേദനിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുറവുണ്ട്. അപ്പോൾ ഇത്തിരി കുറവുണ്ടെങ്കിലും അവിടെയും കൃപ വേണം, കൃപ വേണം. ആ കൃപയ്ക്ക് വേണ്ടിയുള്ള വഴിയാണ്. ആ കൃപ നമ്മളെ പരിപൂർണമാകണമെങ്കിൽ പാപം വർദ്ധിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അപ്പൊ കൃപ സമൃദ്ധമാകണം, എന്ത് ചെയ്യണം? പാപം വർദ്ധിക്കണം. അപ്പൊ എങ്ങനെ പാപം വർദ്ധിക്കേണ്ടത്? കൃപ വർദ്ധിക്കണമെങ്കിൽ പാപം വർദ്ധിക്കണം. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിപ്പിച്ചു തന്നിരിക്കുക ദൈവം. അപ്പൊ എവിടെയെല്ലാം പാപം വർദ്ധിച്ചിരിക്കുന്നു, ദൈവം അവിടെ കൃപ വർദ്ധിപ്പിച്ചു തരികയാണ്. അപ്പൊ വലിയ കൃപയ്ക്ക് വലിയ പാപത്തിന്റെ വർധനമുണ്ടാകണം. എങ്ങനെയാ പാപം വർദ്ധിക്കുക? നമ്മുടെ ബുദ്ധിയിൽ ആലോചിച്ച് നടക്കുന്ന കാര്യമല്ല. റോമർ 6:1 എഴുതിയിരിക്കുന്നു, അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തെ തുടർന്ന് ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ച് മരിച്ചവരാണ് നമ്മൾ. കൃപ സമൃദ്ധമാകേണ്ട പാപത്തിൽ തുടരാൻ പാടില്ല. പാപത്തെ മരിച്ചവരാണ് നമ്മൾ. എന്നാൽ കൃപ സമൃദ്ധമാകണമെങ്കിൽ പാപം വർദ്ധിക്കണം. അപ്പൊ പിന്നെ എങ്ങനെയാണ് പാപം വർദ്ധിക്കേണ്ടത്? തൊട്ട് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. പാപം വർദ്ധിക്കുന്നത് ദൈവത്തിന്റെ വചനം സ്വീകരിക്കപ്പെടുന്നതിലൂടെയാണ്. കുഞ്ഞുങ്ങളെ, വേണ്ടുവോളം പാപം എന്റെ ഹൃദയത്തിലുണ്ട്. ഇനിയൊരു പാപം ചെയ്തിട്ട് വേണ്ട പാപം വർദ്ധിക്കാൻ. പിന്നെയോ വേണ്ടുവോളം പാപം എന്റെ ഹൃദയത്തിലുണ്ട്. ആ എന്നിലുള്ള ഹൃദയത്തിലുള്ള പാപത്തെയാണ് വർദ്ധിപ്പിക്കേണ്ടത്. അത് എങ്ങനെ വർദ്ധിപ്പിക്കേണ്ടത്? എന്നിലുള്ള പാപത്തെ എണ്ണി എണ്ണി കുമ്പസാരക്കൂട്ടിലേക്ക് നമ്മൾ ഏറ്റു പറയുമ്പോൾ. ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക്, വിശ്വാസികൾക്ക്, കരിസ്മാറ്റിക്കാർക്ക് പ്രത്യേകിച്ചും എന്നെപ്പോലുള്ളവർക്ക് പാപം തന്നെ ഇല്ല, പാപം പറയാനില്ല. നമ്മളെല്ലാം അങ്ങനെ പുണ്യവും നയിക്കുന്നവരാണ്. അതുകൊണ്ടാണ് വഴിതെറ്റി നല്ല കുഞ്ഞാടുകളെ കുറിച്ച് ഞാൻ പറയുന്നത്. വഴിതെറ്റി നടക്കുന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നടക്കുവാൻ വേണ്ടി. വേണ്ടുവോളം പാപം എൻ്റെ ഹൃദയത്തിലുണ്ട്, അത് ഏറ്റു പറഞ്ഞാൽ മതി. നേരത്തെ നമ്മൾ കണ്ട ആ കുറവുകളുണ്ടല്ലോ, ഓരോ കുറവുകളും
എന്നെ കൊണ്ടുപോകുന്നത് പാപത്തിൻ്റെ പാപം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കായിരിക്കട്ടെ. എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും എൻ്റെ നോട്ടവും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവനാമത്തിൽ, അതായത് നിയമം, ദൈവം തന്നെ നിയമങ്ങൾ, വചനം, ദൈവകൽപ്പനകൾ, അതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന ആരും വിധിക്കാനല്ല. ഒരു ഉദാഹരണം, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല. വ്യഭിചാരം ചെയ്ത മനുഷ്യനെ കാണുമ്പോൾ പറയാം അവൻ വ്യഭിചാരിയാണ്. ഞാൻ മോഷ്ടിക്കുന്നില്ല, ഒരു കള്ളനെ കാണും അവൻ കള്ളനാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നമ്മൾ ചെയ്യുന്നത്? ദൈവം കൽപ്പന തന്നിരിക്കുന്നത് കള്ളൻ എന്ന് പറയുന്നത് കള്ളനെ വിധിക്കാനല്ല, പിന്നെയോ ഞാൻ കക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റപ്പെടുവാൻ, ഏറ്റുപറയുവാൻ, കുമ്പസാരത്തിൽ കൃപ സ്വീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ്. എനിക്ക് വേണ്ടി ആയിരിക്കട്ടെ ഈ വചനം. നമ്മൾ കണ്ടില്ലേ, ഒരു പാപിനിയെ കുറച്ചു പേർ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് പറഞ്ഞു, ഇവൾ പാപം ചെയ്തവളാണ്, മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിയപ്പെട്ടവളാണ്, കല്ലെറിയപ്പെടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്, നീ എന്തു പറയുന്നു ചോദിച്ചു. ആ സമൂഹം മുതൽ യുവജനം മുതൽ അവരുടെ സമൂഹം മുഴുവനും അവളെ പാപത്തെ കല്ലെറിയാൻ വേണ്ടി നോക്കി കല്ലും പിടിച്ച് നിൽക്കുക. അവർക്ക് ഈ വചനം കിട്ടിയത് എന്തിനാണ്? അവളെ എറിയുവാൻ വേണ്ടിയാണ്. ഞാനും നിങ്ങളും ഇതിൽ ഏത് ഭാഗത്താണ്? കർത്താവിൻ്റെ പക്ഷത്ത് എത്ര പേരുണ്ട്? ബഹുഭൂരിപക്ഷവും ആ കല്ലും പിടിച്ച് നിൽക്കുന്ന കൂട്ടത്തിലല്ലേ? നമ്മളും എറിയുന്നില്ലേ? ഓരോരുത്തരെയും പേര് പറഞ്ഞ് അവളെ എത്രയോ തവണ ഓരോരുത്തർ കുറ്റം പറഞ്ഞ് നമ്മൾ സംസാരിക്കും. 2 പേര് 3 പേരും കുറ്റം പറയുമ്പോൾ ഓരോരോ കുറ്റങ്ങൾ ഏറ്റേറ്റ് പറയുമ്പോൾ ഓരോരുത്തരും വിമർശിക്കുമ്പോൾ വീട്ടിൽ തന്നെ പല കുറ്റം കൂടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? എറിയുകയല്ലേ ചെയ്യുന്നത്? ദൈവവചനം നമ്മൾ ദുരുപയോഗിക്കാൻ പാടില്ലല്ലോ. കർത്താവിന്റെ വചനം വൃഥാ ഉപയോഗിക്കരുത്. അത് സ്തുതിക്കപ്പെടേണ്ട വചനമാണ്, അത് വാഴ്ത്തപ്പെടേണ്ട വചനമാണ്. ഉദയം മുതൽ അസ്തമയം വരെ അത് മഹത്വപ്പെടേണ്ട വചനമാണ്. ആ വചനമെടുത്ത് ദുരുപയോഗിക്കാൻ പാടില്ല. അത് സ്തുതിക്കപ്പെടേണ്ട വചനമാണ്. ഒരു ഭാവിയെ കാണുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയമാണ്. ഞാൻ എൻ്റെ വചനം കൊണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് ഒരു വ്യക്തിയുടെ പാപി എന്ന് വിളിക്കുമ്പോൾ അവനായിരിക്കുന്ന അവസരം കാണുമ്പോൾ ഇത് തന്നെയല്ലേ ഞാനും ചെയ്യുന്നത്. അതെ, നിയമം തന്നിരിക്കും പാപം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഉള്ളിലെ പാപം ഉണ്ടോ? എൻ്റെ ഉള്ളിൽ പാപം. മർക്കോസ് സുവിശേഷം 7:21 വരുമ്പോൾ നമുക്ക് വായിക്കാം. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്നാണ് വരുന്നത്. അത് ഒരുവന് അശുദ്ധനാക്കുന്നു. ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ടോ എന്നൊന്ന് തിരിഞ്ഞു നോക്കാം നമുക്ക്. അതേപോലെ തന്നെ മത്തായി 15:19 എഴുതപ്പെട്ടിട്ടുണ്ട്. അവിടേക്കും നമുക്ക് വരാം. മത്തായി 15:19. ദുഷ്ചിന്ത, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഇവയാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ഇവയെല്ലാം പുറപ്പെടുന്നത്. അത് ആ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ഹൃദയത്തിൽ. അപ്പോൾ കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടി പാപം വർദ്ധിച്ചിട്ട് കൃപ വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ പാപം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു പാപം ചെയ്യണ്ട, പിന്നെയോ ഉള്ളിലുള്ള പാപത്തെ ഏറ്റുപറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 2 പേരെ പ്രാർത്ഥിക്കാൻ വന്നില്ലേ? ഒരുത്തൻ നല്ലവനായിരുന്നു, ഒരുത്തൻ ചുങ്കക്കാരൻ പാപിയായിരുന്നു. പാപിയെ നോക്കി എന്താ പറഞ്ഞത്? ഞാൻ ഇവനെ പോലെ അല്ല എന്ന് പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. ഇവനെ പോലെ അല്ല ഞാൻ, അവനെ പോലെ ആകാരുന്നത്, ഇവനിൽ കൃപയുള്ളവനാണെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിച്ചില്ല. എന്നാൽ അവൻ എന്തോ പറഞ്ഞു? കർത്താവേ പാപി എന്നെ മുന്നിൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചത്. അവൻ തന്നെ താഴ്ത്തി. അവന്റെ പാപത്തെ ഏറ്റുപറഞ്ഞു. അവൻ ചെയ്യുന്ന പാപത്തെ കണ്ടെത്തി. അത് ഏറ്റുപറയുവാനാ അവൻ തിരുസന്നിധിയിൽ വന്നത്. അവൻ കൃപ എന്തിനാ വന്നത്? അവൻ വന്നു, കർത്താവേ പാപിയാണ് ഞാൻ, എൻ്റെ ഉള്ളിൽ പാപമുണ്ട്. ആ പാപത്തെ അവൻ ഏറ്റുപറഞ്ഞു. അവൻ കൃപ സ്വീകരിച്ച് തിരിച്ചുപോയി. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് സമാധാനം നമ്മൾ നിറയണമെങ്കിൽ, കൃപ നിറഞ്ഞവർക്ക് സമാധാനം നിറയുവാൻ വേണ്ടി കൃപ നമ്മൾ നിറയണമെങ്കിൽ കൃപയ്ക്കുള്ള സ്റ്റോഴ്സ് കുമ്പസാരക്കൂട് തന്നെയാണ്. കുമ്പസാരക്കൂടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉള്ളിലെ പാപത്തെ കണ്ടെത്തി പോണം.
നമുക്ക് നന്മ ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ കൂടെ സാധിക്കുമോ? എത്രയോ ലളിതമാണ്. ആ പാപിയുടെ വഴിയെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈശോ പാപിയെ തേടിയിലെ വന്നിരിക്കുന്നത്. ഈ പാപമാണ് എന്നെ അശുദ്ധനാക്കുന്നത്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിലൂടെ എന്താ പറയുക? ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയുവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുക. ഇതിലേതെങ്കിലും പാപം എൻ്റെ ഉള്ളിൽ, ആ പാപം എൻ്റെ ഒരു ഹൃദയം മനുഷ്യന്റെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നുവെങ്കിൽ, എൻ്റെ ഉള്ളിൽ നീ പാവം പുറപ്പെടുന്ന ഹൃദയത്തെ അശുദ്ധമാക്കുമ്പോൾ ദുഷ്ടനായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ നല്ല കാര്യങ്ങൾ പറയുവാൻ സാധിക്കും? നമ്മളിലേക്ക് തിരിഞ്ഞ പോരെ. ഞാൻ പറയുന്ന എൻ്റെ ഭർത്താവിന് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന ഭാര്യയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്ന മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന എൻ്റെ ജോലിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്ന കൂടപ്പിറപ്പ് മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആൾക്ക് മനസ്സിലാകാതെ പോകുന്നത്? ദുഷ്ടരായിരിക്കും എങ്ങനെ നല്ല കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ, ഈ ദുഷ്ടതയിൽ നിന്ന് നമുക്ക് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, നമ്മൾ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അതെങ്ങനെ സുവിശേഷമാകും? അതെങ്ങനെ ജീവന്റെ വഴിയാകും? എൻ്റെ ഉള്ളാണ് ആദ്യം വിശുദ്ധമാകേണ്ടത്. ഈ ഉള്ളിലെ പാപമെല്ലാം എടുത്ത് കുമ്പസാരക്കുള്ളിൽ കൊടുക്കണം. ഒരു രോഗി ഒരു വൈദ്യനെ കാണാൻ പോകുമ്പോൾ എങ്ങനെയാ പോവുക? നമ്മളവിടെ ചെന്ന് ഡോക്ടറോട് പറയുമോ, ഡോക്ടറെ ഞാൻ അകലേന്ന് വരിക, കൊച്ചിന് പനിയാ അല്ലെങ്കിൽ അസുഖമാണ്, ഒരു മാസത്തേക്കുള്ള മരുന്നുകൾ തന്നെ എനിക്ക് എപ്പോഴും വരാൻ പറ്റും, നമ്മളാരും മരുന്ന് പിടിച്ചുകൊണ്ട് പോകുമോ? ഇല്ല. നമ്മുടെ ആഗ്രഹം എത്രയും വേഗം കുഞ്ഞ് സുഖപ്പെടണം. എങ്കിൽ ഒരു കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര പേര് ഹൃദയം തുറന്ന്, കർത്താവേ ഈ പാപം എനിക്കിനി വേണ്ട, നമ്മൾ കണ്ടതും കേട്ടതും ഓർത്തും ഏറ്റു പറയാനല്ല പോകുന്നത്, പിന്നെയോ ഈ പാപത്തെ കൊടുക്കുവാനാണ് കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്നത്. ചെയ്ത പാപം ഏറ്റു പറയാനോ അല്ല, പിന്നെയോ ആ പാപത്തെ ഉപേക്ഷിക്കുവാൻ. ഈ പാപം എനിക്കിനി വേണ്ട കർത്താവേ, വൈദ്യനായ യേശുവോട് ഇരിക്കുക. സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ മുമ്പിൽ അത് ഏറ്റു പറയുമ്പോൾ ഈ പാപത്തെ വെറുത്തുകൊണ്ട് നമ്മൾ എത്ര പേര്, സത്യം പറഞ്ഞ യേശു പാപിയെ സ്നേഹിച്ചു, പാപത്തെ വെറുത്തു. നമ്മളിൽ പലരും പാപത്തെ സ്നേഹിച്ച് പാപിയെ വെറുക്കുക. ഒരു പാപം ചെയ്യുമ്പോൾ, എനിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, എന്നെ നേരെ തട്ടിക്കയറുമ്പോൾ, എനിക്ക് തിന്മ പ്രവർത്തിക്കുമ്പോൾ, ഞാനും അതേ രീതിയിൽ അവനോട് ദേഷ്യപ്പെടുമ്പോൾ, കലഹിക്കുമ്പോൾ, ഞാൻ പാപത്തെ എടുത്താണ് അവന്റെ മുമ്പിൽ എറിയുന്നത്. അപ്പോൾ അവൾ ശരണപ്പെടുന്ന പാപത്തെയാണ്. ഞാൻ പാപത്തെയാണ് സ്നേഹിക്കുന്നത്. ഞാൻ പാപം കൊണ്ട് ഭാവിയെ നന്നാക്കാൻ പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, അന്ധനെ വഴി കാണിച്ച് രണ്ടുപേരും കുഴിയിൽ വീഴും. മത്തായി പറഞ്ഞ പതിവ്, നിന്റെ സ്വർഗ്ഗ പിതാവ് നട്ടല്ല പാഴ്ചയുടെ ഒക്കെ പിഴുതെറിയപ്പെടുന്ന ഈശോ പറഞ്ഞിരിക്കുന്നു. എൻ്റെ പിതാവ് നട്ടല്ലാതെ ഹൃദയത്തിലെ പാഴ്ചയിൽ പിഴുതെറിയപ്പെടണം, കുമ്പസാരക്കൂട്ടിൽ പിഴുതെറിയപ്പെടണം. അല്ലെങ്കിൽ ഞാൻ പാവിയെ, ഞാൻ അന്ധനെ നയിക്കുന്ന അന്ധനായിട്ട് കുഴിയിൽ വീഴുകയാണ്. ഇപ്പം നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലാകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ശുദ്ധമായിരിക്കണം. ഞാൻ പറയുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസാന്തര അനുതാപം ഉണ്ടാകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ശുദ്ധമാകണം. ഞാൻ പറയുന്നത് ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളിൽ പരിശുദ്ധാത്മ വരണമെങ്കിൽ ഉള്ളിൽ ശുദ്ധമാകണം. പാപം ഏറ്റു പറയണം. എങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിൽ ഈ പാപം മുഴുവൻ വന്നത് വിട്ടത്? പാപം എൻ്റെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ അറിയുന്നു. അതുകൊണ്ടാണ് ഇച്ഛിക തിന്മ ചെയ്യുന്നത്. അത് കുമ്പസാരക്കൂട്ട് ഏറ്റു പറഞ്ഞാൽ ലഭിക്കുന്ന വലിയ കൃപയാണ്. എപ്പോൾ എൻ്റെ ഉള്ളിൽ പാപം ജനിച്ചു, അതുകൂടെ നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വചനത്തിലേക്ക് വരുമ്പോൾ എന്താ അവിടെ പറയപ്പെടുക? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവ മക്കളാകും കൃപ നൽകി. അവിടെ എന്താ? തന്നെ സ്വീകരിച്ച എല്ലാവർക്കും, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാം ദൈവ മക്കളാകും കൃപ നൽകിയിരിക്കണം. അവർ വീണ്ടും ജനിച്ചിരിക്കും. ജനത്തിനെ കുറിച്ച് വീണ്ടും ജനിച്ചിരിക്കുന്നത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നുള്ള ദൈവത്തിൽ നിന്നത്രേ. ആ ജനനത്തെക്കുറിച്ച് നോക്കുക. അവർ വീണ്ടും ജനിച്ചിരിക്കുന്നത് രക്തത്തിൽ നിന്നല്ല, ശാരീരിക അഭിലാഷത്തിൽ നിന്നല്ല, പുരുഷനെ ഇച്ഛയിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. അപ്പൊ ആദ്യ ജനനം എങ്ങനെയാ? നിക്കോദെമോസ് കർത്താവിനെ കാണുവാൻ കടന്നു വന്നപ്പോൾ അവൻ കർത്താവിനെ മഹത്വപ്പെടുത്തി സംസാരിച്ചു. ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ
നീ ചെയ്യുന്ന പുറത്ത് മറ്റാർക്ക് ചെയ്യുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ദൈവത്തെ മകത്തെ പ്രതീക്ഷ പറഞ്ഞൊറ്റ മറുപടി ഉണ്ട്, നീ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അവൻ ഞെട്ടിപ്പോയി. നിക്കോദെമോസ് ഇത്ര കൃത്യമായിട്ട് ജീവിക്കുന്നത് ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അവനോട് പറയുകയാണ്, നീ വീണ്ടും ജനിക്കുന്നെങ്കിൽ നീ ദൈവരാജ്യം ഒരിക്കലും കാണാൻ പോകുന്നില്ല എന്ന്. അതേ നാണ് പെട്ടെന്ന് ചോദിച്ചത്, എങ്ങനെ ഒരു മനുഷ്യന് സാധിക്കും ഇനി വീണ്ടും ജനിക്കാൻ, അമ്മയുടെ ഉദരത്തിൽ കാണാൻ ജനിക്കാൻ? ഈശോ അപ്പത്തന്നെ മറുപടി പറഞ്ഞ മറുപടി എന്താണ്? ദേഹം എന്താ? മാംസത്തിൽ ജനിച്ചത് മാംസമാണ്, ആത്മാവിൽ ജനിച്ച ആത്മാവാണ്. മാംസത്തിൽ നിന്ന് ജനിച്ചത് മാംസമാണ്. എന്താ മാംസത്തിൽ ജനനം? ഇതാ നമ്മളിപ്പോ കേട്ടത്. അതെ, അവർ വീണ്ടും ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷ പുരുഷനോ ഇച്ഛയിൽ നിന്നല്ല എന്ന് പറയുമ്പോൾ ഞാനും നീയും നമ്മൾ ജനിച്ചത് അത് ശാരീരിക അഭിലാഷത്തിൽ നിന്നാണ്, പുരുഷന്റെ ഇച്ഛയിൽ ദൈവത്തിന് അത് രക്തത്തിൽ നിന്നാണ്. അമ്മയും ഒരു ഭാര്യയും ഭർത്താവും അവരവരുടെ സ്നേഹത്തിൽ നിന്ന് ജനിക്കുമ്പോൾ, കുഞ്ഞ് ജനിക്കുമ്പോൾ അവിടെ രക്തമുണ്ട്, അമ്മയുടെയും അപ്പന്റെ രക്തമുണ്ട്, ശാരീരിക അഭിലാഷമുണ്ട്, പുരുഷന്റെ ഇച്ഛയുണ്ട്. ഈ ശാരീരിക അഭിലാഷത്തിലുള്ള ഇച്ഛയോടെ ജനിക്കുന്ന കുഞ്ഞിലേക്ക് ഈ മാംസമാണ്. അവർ രണ്ടുപേരെ ഉള്ളിൽ നിന്ന് പാപത്തിന്റെ സ്വാധീനം മുഴുവൻ ഈ കുഞ്ഞിലുണ്ട്. അപ്പന്റെ കുറവും അമ്മയുടെ കുറവും, അമ്മയുടെ നന്മയും അപ്പന്റെ നന്മയോടൊപ്പം തന്നെ അപ്പന്റെയും അമ്മയുടെയും കുറവുകളെല്ലാം ഈ കുഞ്ഞിൽ ജനിക്കും, മാംസം ജനിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ ഉള്ളിൽ പാപമുണ്ട്. സാഹചര്യം വരുമ്പോൾ ആ പാപം വളരുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനം 51:5 എന്താ എഴുതപ്പെട്ടിരിക്കുന്നത്? ഞാൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോഴേ പാപിയാണ്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അതെ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുമ്പോഴേ പാപിയായിരുന്നു, പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അതെ, അമ്മയും അപ്പനും അവരുടെ സംഭവത്തിലൂടെ ഒരു കുഞ്ഞ് ജന്മം കൊടുക്കുമ്പോൾ തന്നെ അവിടെ ആ കുഞ്ഞ് പാപത്തോടെ ഉദരത്തിലെ പാപിയായി പാപത്തോടെ ജനിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ മഴ പെയ്യുമ്പോൾ ഉണങ്ങിക്കിടക്കുന്ന നമ്മുടെ ഭൂമിയിലെല്ലാം കളകൾ കേൾക്കുന്നത് പോലെ സാഹചര്യം വരുമ്പോൾ അവനുള്ള പാപം ഉയരത്തെ നിൽക്കുകയാണ്. ആ പ്രായം വരുമ്പോൾ ഓരോ സാഹചര്യം വരും, അവൻ ആ പാപനുള്ള പാപം അവനെ കീഴ്പ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപം എന്നെ കൊണ്ട് ഇച്ചിക തിന്മ ജയിപ്പിക്കുന്നെങ്കിൽ ഇത് ഈശോ നമുക്ക് തന്നിരിക്കുന്ന കുമ്പസാരക്കൂട്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉള്ളിലെ പാപത്തെ ഏറ്റു പറയുമ്പോൾ, പാപത്തെ വെറുത്തുകൊണ്ട് ഏറ്റു പറയണം. ഈ പാപം എനിക്ക് വേണ്ട കർത്തവ്യം ഏറ്റു പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. പാപം വർദ്ധിച്ചെടുത്ത് ഇനി എത്രത്തോളം പാപത്തോടെ കുമ്പസാരക്കൂട്ടിലേക്ക് വരുന്നുവോ, എത്രത്തോളം പാപം ഏറ്റു പറയാമോ അത്ര നിങ്ങൾ കൃപ നിറയും. ഒരു കൊച്ചു പാപം പോലും മറച്ചു വെക്കാതെ ഏറ്റു പറഞ്ഞാൽ ലഭിക്കുന്ന കൃപയാണ്. കൃപ കൃപ കൃപ. അങ്ങനെ വരുമ്പോൾ എനിക്ക് ആണ്ടിൽ നിന്ന് കുമ്പസാരിച്ചാൽ മതിയോ? മാസത്തിൽ നിന്ന് കുമ്പസാരിച്ചാൽ അതുവരെ ചെയ്ത പാപം കണ്ണുകൊണ്ട് കാതുകൊണ്ട് വിചാരം വികാരന്റെ പാപം ഏറ്റു പറയാൻ സാധിക്കുമോ? ഇല്ല. നമ്മുടെ ഉള്ളിലെ പാപം എന്നെ കീഴ്പ്പെടുന്നത് ഞാൻ അറിയുന്നു. അതനുസരിച്ച് അത് ഏറ്റുപറഞ്ഞ് നമ്മൾ വിശുദ്ധിയിലേക്ക് വളരണം. നല്ലത് പറഞ്ഞ് നന്മയായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൊരു പാട്ട് പാടിക്കൊള്ളാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കാത്തുന്ന കർത്തനവൻ, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. നമുക്ക് ഈശോ മിശിഹായുടെ കൃപാവരത്തിനായി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. കർത്താവെ, ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കേട്ട തിരുവചനം കർത്താവെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നൽകണമേ. ദൈവമേ, ഞങ്ങൾ കുടികൊള്ളുന്ന പാപത്തിൻ്റെ സ്വാധീനം അത് ഏറ്റുപറഞ്ഞുകൊണ്ട് കൃപയ്ക്ക് കീഴ്പ്പെടുവാൻ, അങ്ങനെ കൃപ നിറയുവാൻ, കൃപ നിറഞ്ഞ് ദൈവമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവിടുത്തെ സമാധാനം,
ആ സമാധാനം സ്വീകരിച്ച് ഓരോ ഭവനത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുവാൻ, സമാധാനം കൊടുക്കുന്നവരാകുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന കർത്താവ് കൃപയുടെ കുറവ്, അതിന് തടസ്സം നിൽക്കുന്ന പാപത്തെ ഏറ്റുപറയുവാനുള്ള ഒരു വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ഇപ്പോൾ അമ്മ കൃപ നിറഞ്ഞ ഞങ്ങളുടെ പ്രാർത്ഥിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അവൻ്റെ സമയത്തും തമ്മിലുള്ള അപേക്ഷിച്ചോളണേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.